യെസ്, നമുക്ക് കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് എം രോഹിത് കൂടി ചേരും. പക്ഷെ അതിനു മുൻപ് അറിയേണ്ടത് നിലമ്പൂരിലെ ഇപ്പോഴത്തെ സാഹചര്യമാണ്. സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നു. സാനുവിലേക്കാണ് പോകേണ്ടത്. സാനു, സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് വളരെ പെട്ടെന്ന് നടപടിക്രമങ്ങളിലേക്കാണ്. എത്രയും പെട്ടെന്ന് ഇത് മെഷീൻ ഓപ്പൺ ചെയ്യുന്നതിലേക്കും പോസ്റ്റൽ വോട്ടുകൾ സർവീസ് വോട്ടുകൾ എണ്ണുന്നതിലൊക്കെ എത്തണം. ഈ വോട്ടിംഗ് മേശയിലേക്ക് എത്തിച്ചേരണം ഈ വോട്ടുകളെല്ലാം. വിവരങ്ങൾ എന്തൊക്കെയാണ്? 8 മണിക്ക് തന്നെ എണ്ണി തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തു വരും. അതായത് EVM-ലെ ഇലക്ട്രിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഫലസൂചനകൾ പുറത്തേക്ക് വന്നു തുടങ്ങും. ഏകദേശം 9 മണിയോടുകൂടി ട്രെൻഡ് എങ്ങോട്ടാണ് നിലമ്പൂർ പോകുന്നതെന്നുള്ളതിന്റെ ഒരു ട്രെൻഡ് 9 മണിയോടുകൂടി തന്നെ നമുക്ക് വ്യക്തമാകും. അതായത് ആദ്യം വഴിക്കടവ് പഞ്ചായത്താണ് ആദ്യം എണ്ണുന്നത്. അതായത് 1 മുതൽ 46 ബൂത്തുകൾ വരെയാണ് ഈ വഴിക്കടവ് പഞ്ചായത്തിലുള്ളത്. അതായത് അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ PV അൻവറിന്റെ സ്ഥലമാണ്. PV അൻവറിന് ഏറ്റവും അധികം വോട്ടുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ് ഈ വഴിക്കടവാണ് ആദ്യം എണ്ണി തുടങ്ങുക. ഈ വഴിക്കടവ് എണ്ണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവും PV അൻവറിന്റെ വഴി എങ്ങോട്ടാണെന്ന് തന്നെ. ആ ഒരു ഭാഗത്തെ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ 46 മുതൽ, അതായത് 1 മുതൽ 46 വരെയുള്ള ബൂത്തുകളിലെ വോട്ട് എണ്ണുമ്പോൾ തന്നെ എങ്ങോട്ടാണ് ഈ നിലമ്പൂർ സഞ്ചരിക്കുക എന്നുള്ളതിന്റെ ഏകദേശം ഒരു ധാരണയൊക്കെ ഇവിടുന്ന് നമുക്ക് ലഭിച്ചു തുടങ്ങും. എന്തായാലും 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ തുടങ്ങും. 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തു വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള വീണ. ഓക്കെ, ശരി സാനു, തിരിച്ചു വരാൻ അഡ്വക്കേറ്റ് എം രോഹിത് ചേരുന്നു കോൺഗ്രസിൽ നിന്ന്. രോഹിത്, ഗുഡ് മോർണിംഗ്. ഒരു നല്ല മോർണിംഗ് ആകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. നമുക്കറിയാം ഈ ഘട്ടത്തിൽ നമ്മൾ സ്പെക്കുലേഷനോ അല്ലെങ്കിൽ കൂടുതൽ അവകാശവാദങ്ങൾക്കോ എന്നുള്ളൊരു സമയമല്ല. ഇനി ഏതാണ്ട് ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആദ്യ ഫല സൂചനകളിലേക്ക് കടക്കുകയാണ്. അതേസമയം വലിയ പ്രതീക്ഷ UDF വച്ച് പുലർത്തുന്നുണ്ട്. അത് ഒരു പക്ഷേ അത് സമ്മതിക്കേണ്ടി വരുന്നൊരു കാര്യം. മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ പോരാട്ടം നടത്തി എന്നുള്ളത് നമ്മൾ നിലമ്പൂരിൽ കണ്ടത് തന്നെയാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ മുന്നോട്ട് പോയിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം തൊട്ട് മുന്നണിക്കകത്തും കോൺഗ്രസ് പാർട്ടിക്കകത്തും മുമ്പൊന്നും കാണാത്ത രീതിയിലുള്ള വലിയ ഐക്യം രൂപപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനകത്ത് സാധിച്ചിട്ടുണ്ട്. ഇപ്പോ അവിടെ നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ മാധ്യമ പ്രവർത്തകര് പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം മുൻപത്തേക്കാളൊക്കെ വലിയ തരത്തിലുള്ള പ്രവർത്തന പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബ സംഗമങ്ങൾ, ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിന്റെ കുടുംബ സംഗമങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ 100 കണക്കിന് ആളുകൾ, ഒരുപക്ഷെ ഇന്നലകളിൽ വരെ UDF അനുഭാവം പുലർത്താത്ത ആളുകൾ പോലും UDF-ന്റെ കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കുന്ന വലിയ കാഴ്ച നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഞങ്ങള് കേരളത്തിലെ 9 വർഷക്കാലം അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ജനവിരുദ്ധ സമീപനങ്ങൾ പരമാവധി ക്യാമ്പയിൻ നടത്തുവാനും അത് താഴെത്തട്ടിൽ വീടുകളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. LDF പൂർണ്ണമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള ഒരു വേർതിരിവിന് വലിയ ശ്രമം നടത്തി, വർഗീയ ധ്രുവീകരണങ്ങൾക്കുള്ള ശ്രമം നടത്തി. അവര് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. വിവാദങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കാനുള്ള ശ്രമമാണ് LDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷെ UDF പരിപൂർണമായി ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ, സാധാരണക്കാരായ ആളുകളെ, അവിടെ വന്യജീവി ആക്രമണം ഉൾപ്പെടെ പെൻഷൻ കിട്ടാത്ത വിഷയങ്ങൾ ഉൾപ്പെടെ നിരവധിയായ പ്രശ്നങ്ങൾ, ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അതിൻ്റെതായ ഒരു റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഇവിടെ UDF-ന്റെ നേതാക്കന്മാർ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ 15,000-ന്റെ മുകളിലേക്കുള്ള ഒരു വലിയ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മുഴുവൻ പഞ്ചായത്തുകളിലും ഈ തെരഞ്ഞെടുപ്പിനകത്ത് UDF-ന് ലീഡ് ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിലുണ്ട്. കേവലം ഒരു നിലമ്പൂരിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമായിട്ടല്ല UDF ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കേരളത്തിലെ 3.25 കോടിയിൽ പരം വരുന്ന ജനങ്ങളുടെ ഈ സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധം ഉയർന്നു വരുന്ന ഉപതെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് അതോടൊപ്പം തന്നെ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ തെരഞ്ഞെടുപ്പായി മാറുകയാണ്. ഈ ഗവൺമെന്റിനെതിരെയുള്ള വലിയ ജനകീയമായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉയർന്നു വരും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ കേരളം ഭരിക്കുന്ന LDF-നെതിരെ ഉള്ളൊരു വികാരമായി ഇത് മാറുമോ എന്നുള്ളതാണ്. ഒരു പക്ഷേ VD സതീശനും മുന്നിൽ നിന്നുകൊണ്ട് തീരുമാനങ്ങളെടുത്ത, പാർട്ടിയെ നയിച്ച് തീരുമാനിച്ച്, സണ്ണി ജോസഫ് അടക്കമുള്ളവർ തീരുമാനങ്ങളെടുത്ത് പാർട്ടിയെ നയിച്ച് നിലമ്പൂരിൽ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എടുത്ത ചില തീരുമാനങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചടിയാകുമെന്നൊരു ആശങ്ക കൂടിയുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് PV അൻവർ ഫാക്ടറാണ്.
അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ക്ലിയർ കട്ടാണ്. LDFും UDFും തമ്മിലാണ് മത്സരം നടന്നിട്ടുള്ളത്. അവിടെ 9 വർഷക്കാലം പിന്നെ ജനപ്രതിനിധിയായിരുന്ന PV അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചില കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് വോട്ട് ലഭിക്കുന്നുണ്ടാവും. പക്ഷെ അത് പൂർണ്ണമായിട്ടും LDF കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ടുകളായിരിക്കും PV അൻവറിന് ലഭിക്കാൻ പോകുന്നത്. കാരണം 9 വർഷക്കാലം അദ്ദേഹം അവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് LDFന്റെ, പ്രത്യേകിച്ച് CPMന്റെ കേന്ദ്രങ്ങളിലാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് CPMന്റെ വോട്ടുകളാണ്. പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിലെ RSS വൽക്കരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളിലൊക്കെ CPM അണികളിൽ വലിയ പ്രതിഷേധമുണ്ട്. സ്വാഭാവികമായിട്ടും CPMനെതിരെ വരുന്ന ഒരു വികാരം അത് പിന്നെ അൻവറിലേക്ക് ചില വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ നിർണായക ശക്തിയായി ഈ തെരഞ്ഞെടുപ്പിനകത്ത് PV അൻവറിന് മാറാൻ സാധിക്കുമെന്ന് ഇപ്പോഴും ഞങ്ങൾ കരുതുന്നില്ല. ഇതിപ്പോൾ ഈ പരാജയ ഭീതി കൂടി ഉയരുന്നുണ്ടോ ക്യാമ്പുകളിൽ എന്നുള്ള സംശയമാണ്. എവിടെ നിന്ന് ഉയരുന്നു എന്നറിയില്ല. പക്ഷേ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് നേരെ, NDA സ്ഥാനാർത്ഥിക്ക് നേരെ ഒരു വ്യാജ പ്രചരണം ഇന്നലെ ഉണ്ടായത് അദ്ദേഹം തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ വരുന്നത് ഈ BJP വോട്ടുകൾ UDFന് നൽകി എന്നുള്ളതാണ്. അപ്പോൾ UDFന് ഒരു വിജയം ഉണ്ടാകുമോ എന്ന ഭയത്തിൽ നിന്നൊക്കെ പലതരത്തിലുള്ള വോട്ടുകൾ സമാഹരിക്കപ്പെട്ടിരിക്കുന്നു, UDFിലേക്ക് പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചില വ്യാജ പ്രചരണങ്ങൾ കൂടി വരുന്നുണ്ട്. ഇതൊക്കെ ഏത് ക്യാമ്പിൽ നിന്നായിരിക്കും? അല്ല, LDF എല്ലാ കാലഘട്ടങ്ങളിലും ഈ പരാജയം മണക്കുമ്പോൾ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ക്ലീഷേ ഡയലോഗാണ് ഈ കോലീബി സഖ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. BJPയുമായി കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് സഖ്യമുണ്ട്, അങ്ങനെ BJPയുടെ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടാണ് UDF ജയിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിരം ക്യാമ്പയിനാണ്. അതിനൊന്നും ആ തരത്തിൽ മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങൾ മുൻകൂട്ടി തന്നെ അവരുടെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് UDF ജയിക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്രമേൽ ദുരിതപൂർണമായിട്ടുള്ള വർഷങ്ങളാണ് നമ്മുടെ കേരളത്തിൽ കടന്നുപോയിട്ടുള്ളത്. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. വിലക്കയറ്റം കൊണ്ട് നമ്മുടെ നാട് പൊറുതിമുട്ടുകയാണ്. പെൻഷൻ 2500 രൂപയുടെ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞൊരു ഗവൺമെന്റാണ്, അത് കൃത്യമായി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കേരളം വിട്ട് ഇറങ്ങുമ്പോൾ 4.5 ലക്ഷത്തോളം വരുന്ന ലൈഫ് മിഷനിൽ അതിന്റെ വീടുകൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവർ 2016 വന്ന് അധികാരത്തിൽ വന്നതിന് ശേഷം ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നു. എത്ര വീടുകൾ പോലും കൊടുത്തു എന്ന് ഈ സമയം വരെയായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ പൂർണ്ണമായും ജനങ്ങളെ കൊള്ളിയടിക്കുന്ന ഒരു സർക്കാരാണ്. അപ്പൊ ആ സർക്കാരിനെതിരെ വിധിയെഴുത്ത് വരുമ്പോൾ ഇവർ ഇത്തരത്തിലുള്ള അത് കോലീബി സഖ്യമാണെന്നും BJPയുമായി ചേർന്നിട്ടാണ്, വർഗീയ കക്ഷികളുമായിട്ട് ചേർന്നിട്ടാണെന്നുള്ള പലതരത്തിലുള്ള ക്യാമ്പയിൻ നടത്തും. പക്ഷെ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് വളരെ കൃത്യമാണ്. പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെയുള്ള വിധിയെഴുത്തായി മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. മറ്റു പ്രചരണങ്ങൾക്കൊന്നും തന്നെ അതിനൊന്നും ആ തരത്തിൽ അവജ്ഞയോട് തള്ളുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യവും UDF ഏതായാലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഈ PV അൻവർ അരിടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ച ചരിത്രവും ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെ വെറുതെ അങ്ങ് തള്ളിക്കളയാൻ കഴിയുമോ? അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഒരു പക്ഷേ PV അൻവറിന്റെ സഹായം വേണ്ട, PV അൻവർ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും. പക്ഷെ ഈ ഒരു ചരിത്രം അവിടെ ഉണ്ടല്ലോ. അല്ല, നിലമ്പൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും UDFന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. 34 വർഷത്തോളം ശ്രീ ആര്യാടൻ മുഹമ്മദ് വളരെ വിജയകരമായി കൊണ്ടുപോയൊരു നിയോജക മണ്ഡലമാണ്. പക്ഷേ ഇടക്കാലത്ത് മുന്നണിക്കകത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ പാർട്ടിക്കകത്തുണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങളുടെ ഭാഗമായിട്ടാണ് 2 തവണയായി ഈ നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടത്. പക്ഷെ ഇത്തവണ ഈ നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു വലിയ നിശ്ചയദാർഢ്യം കോൺഗ്രസിന്റെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെയും UDFന്റെയും അണികൾക്കകത്തുണ്ട്. കാരണം ഈ ഗവൺമെന്റിന് ഈ പുറത്തേക്ക് കളയണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ ഭരണത്തിനൊരു തിരിച്ചടി കൊടുക്കണമെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിനകത്ത് UDF വിജയിക്കണമെന്നുള്ള ഒരു ബോധ്യം UDF അണികൾക്കുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ UDFന്റെ പ്രവർത്തകരിൽ നിന്നുണ്ടായിട്ടുണ്ട്. നിങ്ങൾ മീഡിയ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും അറിയാം. മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, പഞ്ചായത്തുകൾ മാത്രമല്ല ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നേരിട്ട് ഓരോ പ്രവർത്തകരെയും, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എടുത്തു പറയാൻ പറ്റാവുന്ന ചാണ്ടി ഉമ്മനെ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഏകദേശം 3000-ഓളം വരുന്ന വീടുകളിൽ നേരിട്ട് ജനങ്ങളെ കണ്ട് ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനവിരുദ്ധ സമീപനങ്ങൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്.
സ്വാഭാവികമായിട്ടും ആ ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് 15,000-ന്റെ പുറത്തുള്ള ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന്. 10 വർഷക്കാലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഈ നിലമ്പൂർ നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിലൂടെ കേരളത്തിൽ UDF-ന്റെ ഒരു ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നതുകൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നൽകാൻ പോകുന്ന സന്ദേശം.